ബാലൻസ്ഡ് മീൽ ഫോർമുല അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഹെൽത്തി ഈറ്റിംഗ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഈറ്റിംഗ് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ വിത്തൗട്ട് എനി ഡിലേ. നിങ്ങളുടെ ബോഡീനെ ഒരു മെഷീൻ ആയിട്ട് ഇമാജിൻ ചെയ്യുക. ലൈക്ക് ഒരു കോംപ്ലെക്സ് ഒരു എഞ്ചിൻ നന്നായി വർക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ എല്ലാ പാർട്ടിലും റൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ കിട്ടണം അല്ലേ. സോ ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ദാറ്റ്. ചിലപ്പോൾ ഒരു ഫ്യൂവൽ നമ്മൾ ഒരുപാട് കൊടുത്താലോ, ലൈക്ക് നമ്മുടെ ബോഡിക്ക് ഒരുപാട് നമ്മൾ അളവിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ എനർജി ലെവൽ ക്രാഷ് ആവും, നമുക്ക് പിന്നെ വിശക്കും, പിന്നെ എന്താ പറയാ മൊത്തത്തിൽ ആകെ ഷുഗർ സ്പൈക്ക് ഒക്കെ ഉണ്ടാക്കി പ്രശ്നമാവും. അതിന് പകരം ഒരു ഫ്യൂവൽ നമ്മൾ തീരെ കുറവ് കൊടുക്കുകയാണ്, മേ ബി ലൈക്ക് പ്രോട്ടീൻ കൊടുത്താൽ എന്ത് പറ്റും, നമ്മളെ മസിൽസ് വീക്കൻ ആവും, മസിൽ റിക്കവറി ഉണ്ടാവില്ല, റിക്കവറി സ്ലോ ഡൗൺ ആവും, ആൻഡ് ഹെയർ സ്കിൻ ഇഷ്യൂസ് അതെല്ലാം ഉണ്ടാവും. അഥവാ നമ്മൾ തീരെ ഫ്യൂവൽ കൊടുക്കുന്നില്ല എഞ്ചിന്, ലൈക്ക് ഇൻ കേസ് നമ്മൾ തീരെ ഫൈബർ കഴിക്കണില്ല, ഡൈജഷന്റെ ഇഷ്യൂസ് ഉണ്ടാവും, ഡൈജഷൻ സ്ലോ ഡൗൺ ആവും, ക്രേവിങ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഫാറ്റ്സ് കൊടുക്കുന്നില്ല, ഹെൽത്തി ഫാറ്റ്സ് നമ്മൾ കഴിക്കുന്നില്ല, നമ്മുടെ ഹോർമോണൽ ഫങ്ഷൻസ് ബ്രെയിൻ ഫങ്ഷൻ ഒക്കെ ഡിസ്റപ്റ്റഡ് ആവും. സോ ഇത് ഒരു ആഹാരം അല്ലെങ്കിൽ ഒരു മാക്രോ നമ്മൾ തീരെ കട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇറ്റ്സ് അബൌട്ട് എ പ്രൊപ്പോർഷൻ. കറക്റ്റ് വേണ്ടുന്ന രീതിയിൽ വേണ്ടുന്ന പ്രൊപ്പോർഷനിൽ നമ്മളെ ബോഡിക്ക് കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ് ഈ ബാലൻസ്ഡ് മീൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സംഭവം. അഗെയിൻ ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പേഴ്സൺ. ഒരാൾക്ക് കഴിക്കുന്ന അതേ പ്രൊപ്പോർഷൻ ആയിരിക്കില്ല അടുത്ത ആൾ കഴിക്കുന്ന ആളുടെ ആക്ടിവിറ്റി ലെവൽ, ബോഡി നീഡ്സ്, ഗോൾ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിനെ എനിക്ക് നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് അറ്റാച്ച്ഡ് ആക്കാനാണ് എനിക്കൊരു ആഗ്രഹം. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ, സോ ഇറ്റ്സ് അബൌട്ട് ദ ഗോസ് പ്രിൻസിപ്പിൾ. ഞാൻ മാത്സോ തിയറിയോ ഒന്നും അല്ല പറയണേ, ജസ്റ്റ് ദാറ്റ് പ്രിൻസിപ്പിൾ. എ സിസ്റ്റം വർക്ക്സ് ബെസ്റ്റ് വെൻ ഓൾ ഇറ്റ്സ് പാർട്സ് ആർ ബാലൻസ്ഡ് ആൻഡ് പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയാണ് ആ സിസ്റ്റം, ആൻഡ് നമ്മൾ കഴിക്കുന്ന നമ്മൾ ആഹാരം വെച്ചിട്ടുള്ള നമ്മുടെ പ്ലേറ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് രണ്ടും നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മുടെ ബോഡി നല്ലൊരു ഹാർമണിയിലായിരിക്കും പോകുന്നത്. നമ്മൾ ആ പ്ലേറ്റിൽ നമ്മൾ എന്താ വെക്കുന്നത് എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷൻ, ബാലൻസ്ഡ് മീൽ എന്ത് പ്രൊപ്പോർഷൻ വെക്കുക എന്നുള്ളത് പേഴ്സണലൈസ്ഡ് ആണ്. അതെങ്ങനെയാണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള നല്ല ഒരു സസ്റ്റൈനബിൾ റിസൾട്ട് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും എന്നുള്ള സത്യം മനസ്സിലാക്കുക. ആൻഡ് ദെൻ എവറിത്തിങ് ബിക്കംസ് സോ ഈസി. ആൻഡ് ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബാലൻസ്ഡ് മീൽ, എങ്ങനെയാണ് പ്രൊപ്പോർഷൻ എന്നുള്ള ഒരു നോർമൽ ഒരു ഹെൽത്തി സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകേണ്ട ഒരാൾക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് മീൽ ഉണ്ടാവുക എന്ന് പറയാം. നമ്മുടെ പ്ലേറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കണം 30 to 40% ഓഫ് ദ മീൽ. അതായത് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സോ ഇറ്റ് കുഡ് ബി റൈസ് ആവാം, നമ്മുടെ ഓട്സിൽ സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ്, മില്ലറ്റ്സ് ലൈക്ക് റാഗി, ബാജ്ര, ജോവാർ, അങ്ങനത്തെ പലതും ആവാം, സ്വീറ്റ് പൊട്ടേറ്റോ, ചപ്പാത്തി. ആൻഡ് ഈ മില്ലറ്റ്, സ്വീറ്റ് പൊട്ടേറ്റോസ് എന്നൊക്കെ പറയുന്നത് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഓക്കെ, സോ അടുത്തത് പ്രോട്ടീൻ 25 to 30%. നമ്മുടെ എഗ്സ്, പനീർ, ചിക്കൻ, ലെൻഡിൽ, ഫിഷ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് മസിൽ റിക്കവറി ആൻഡ് നമ്മൾ കുറെ നേരം വിശക്കാണ്ട് ഫുൾ ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നതാണ് ഫൈബർ 25 to 30%. അതായത് നമ്മുടെ ഗ്രീൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സീഡ്സ്, ബീൻസ്, സാലഡ്സ് അങ്ങനത്തെ ഐറ്റംസ് നമ്മുടെ ഡൈജഷനെയും ബ്ലഡ് ഷുഗറിനെയും ഒക്കെ സ്റ്റേബിൾ ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെൽത്തി ഫാറ്റ്സ് എപ്പോഴും എമൗണ്ട് കുറവായിരിക്കുക, ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കണം, ബിക്കോസ് അവർ ഭയങ്കര കലോറി ഡെൻസ് ആണ്. ഒരു തമ്പിന്റെ അളവിലോ 1-2 തമ്പിന്റെ അളവിൽ മാത്രം ഓരോരുത്തരും നീഡ് അനുസരിച്ച് മതി. അതായത് ഒലിവ് ഓയിൽ, ഗീ, കോക്കനട്ട്, നട്ട്സ്, സീഡ്, അവക്കാഡോ ഇവരൊക്കെ നല്ല ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ പ്ലേറ്റ് എപ്പോഴും നല്ല കളർഫുൾ ആയിട്ടിരിക്കുക, എപ്പോഴും ഒരു ക്വാർട്ടർ ഹാഫ് ആ ഒരു രീതിയിൽ നമ്മുടെ ഓരോരുത്തരും ഗോൾ അനുസരിച്ച് പ്ലേറ്റ് സെറ്റ് ചെയ്യുക. ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി വെയിറ്റ് ലോസ് ഉള്ളവർക്ക് ഇവരുടെ പ്രൊപ്പോർഷൻസ് മാറും, വെയിറ്റ് ഗെയിൻ ഉള്ളത് മാറും, ബൾക്കിങ്ങിന് മാറും, ഷുഗർ പേഷ്യൻസിന് മാറും, പല രീതിയിലുള്ളതിന് പ്രൊപ്പോർഷൻസും മാറും. അത് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡ് ആണ്. എപ്പോഴും പ്ലേറ്റ് കളർഫുൾ ആയിട്ട് വെക്കാൻ നോക്കുക. ഇറ്റ് ഹെൽപ്സ് ഇൻ എന്താണ് നമ്മുടെ വൈറ്റമിൻസ് കിട്ടാനും ആന്റി ഓക്സിഡൻസ്, മിനറൽസ് എല്ലാ കാര്യങ്ങളും കൂടി കിട്ടുന്ന ഒരു ന്യൂട്രിയൻ പവർ പാക്ക് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആയിരിക്കുക എന്ന് മാത്രം ശ്രദ്ധിക്കുക. ആൻഡ് ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് വർക്ക് ആവണത് റാദർ ദാൻ ഓൾ ദോസ് ക്രാഷ് ഡയറ്റ്സ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഇത് എങ്ങനെ അത് വർക്ക് ആവണേ. നമ്മളിങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജഷൻ ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കും, നമ്മുടെ എനർജി ലെവൽസ് എപ്പോഴും സ്റ്റഡി ആയിരിക്കും, നമുക്ക് അങ്ങനെ എനർജി ക്രാഷസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു തളർച്ച, ഒരു സ്ലഗിഷ്നെസ് ഉണ്ടാവില്ല, ബ്ലഡ് ഷുഗർ അങ്ങനെ സ്പൈക്ക് ആവില്ല. നോർമൽ ബ്ലഡ് ഷുഗർ സ്പൈക്ക് കുഴപ്പമില്ല, പക്ഷെ ഫ്രീക്വന്റ് ബ്ലഡ് സ്പൈക്സ് വരുമ്പം ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ബോഡി. പിന്നെ നമ്മൾ എപ്പോഴും ഫുൾ ആയിരിക്കും, വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും, നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ചെയ്യാനും എടുക്കാനും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ചോറും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ഫോഗ്, ഒരു മന്ദത ഉണ്ടാവും, നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, എനർജി കുറവായിരിക്കും. ദാറ്റ്സ് ബിക്കോസ് നമ്മൾ ആ ന്യൂട്രിയൻ, ആ ഫ്യൂവൽ നമ്മൾ കൊടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിന് ഫ്യൂവൽ കൊടുക്കണ പോലെ ഈ ഒരു ഫ്യൂവൽ നമ്മൾ കൊടുക്കണില്ല. പിന്നെ ഇൻസുലിൻ
ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സ്റ്റേബിൾ ആയിരിക്കും. നമ്മുടെ വിശപ്പിനും എനർജി ക്രാഷൻസും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ എന്താണ്, നമ്മുടെ ക്രേവിങ്സ്, നമ്മുടെ കൊതി നല്ല രീതിയിൽ കുറയും. സോ ഇങ്ങനത്തെ ഒരു ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി ഒരു വെൽ കാലിബ്രേറ്റഡ് സിസ്റ്റം ആയിട്ടായിരിക്കും നമ്മുടെ ബോഡി വർക്ക് ചെയ്യണത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ബാലൻസ്ഡ് മീൽ ഇസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത്, എങ്ങനെ നമുക്ക് റൈറ്റ് പ്രൊപ്പോർഷനിൽ, എപ്പോഴും നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈസി വേണ്ട നമ്മുടെ കൈയുടെ മെഷർമെന്റ് വെച്ചിട്ട് നമുക്ക് അളന്ന് കഴിക്കാൻ പറ്റും. ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വിത്ത് ഇമേജ് ആൻഡ് പ്രോപ്പർ ഡീറ്റെയിൽസ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഡൗൺലോഡ് ദാറ്റ് PDF. ഓക്കെ, സോ ഇറ്റ് വുഡ് ബി ഹെൽപ്പ്. ഇനി നമുക്ക് നോക്കാം, അഡീഷണൽ ആയിട്ട് ഇതിന്റെ കൂടെ വേണ്ടുന്നതാണ് ഹൈഡ്രേഷൻ. വെള്ളം നന്നായി കുടിക്കുക. അവരവരുടെ ബോഡിയുടെ കപ്പാസിറ്റി അനുസരിച്ച് വെള്ളം കുടിക്കുക. ബിക്കോസ് വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മുടെ സെൽസിലേക്ക് നമ്മൾ കഴിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് വാട്ടർ. അടുത്തത് സ്ലീപ്പ്. ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അങ്ങനെ മെറ്റബോളിസത്തിനെ എന്താ പറയാ അടിപൊളിയാക്കി നിർത്താനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ലീപ്പ്. പിന്നെ സ്ട്രെസ് ലെവൽ അറിയാലോ, സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ കോർട്ടിസോൾ ലെവൽ കൂടും. കോർട്ടിസോൾ ലെവൽ കൂടുമ്പോൾ എന്താ സ്ട്രെസ് ഈറ്റിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വരും. സോ അതിനെ മാനേജ് ചെയ്യുക. പിന്നെ മൂവ്മെന്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ബോഡി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ബോഡി മൂവ്മെന്റിലാണ്. ആൻഡ് ഗട്ട് ഹെൽത്ത് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ ഗട്ട് എത്ര ഹെൽത്തി ആയിരിക്കുന്നു അത്രയും നന്നായിട്ട് നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസിനെ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും നിങ്ങളുടെ ഫുഡിൽ കേർഡും ഫെർമെന്റഡ് ഫുഡ്സ് ഒക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ ഒരു ബാലൻസ് മീലിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സോ ഗട്ട്, കേർഡ്, ഫെർമെന്റഡ് ഫുഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. സി, ഞാൻ എല്ലാ വീഡിയോസിലും എനിക്കറിയാം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് സ്ലീപ്പ്, സ്ട്രെസ്, മൂവ്മെന്റ്, ഹൈഡ്രേഷൻ. കാരണം ഇവരെല്ലാവരും ഒരു ടീമാണ്. ഇറ്റ്സ് എ ടീം വർക്ക്. ഒരു ജസ്റ്റ് നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിൽ എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ട് എത്താൻ പറ്റില്ല. ഇവരെല്ലാവരെയും ഒരു എന്താ പറയാ ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ആൻഡ് എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും ബൈ നൗ, ബിക്കോസ് അത്രത്തോളം നോളജ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് റിസൾട്ട് ഇടാൻ പറ്റാത്തതിന്റെ റീസൺ നമുക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് അടിപൊളിയാക്കി എടുക്കാം എന്നുള്ളതായിരിക്കും അടുത്ത എപ്പിസോഡിൽ വരുന്നത്. സോ until then, it's for ourselves, Dr. Zana Seinuddin signing off. See you in the next.